കാസർഗോഡ് നഗരത്തിൽ വെച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ കാരണം തേടി പോലീസ്. ഹനീഫയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. നിരോധിച്ച 2000 രൂപയുടെ നോട്ടുകൾ മാറി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഹനീഫയും സുഹൃത്തും കബളിപ്പിച്ചെന്നാണ് പ്രതികളുടെ മൊഴി. ആഴ്ചകൾ പിന്നിട്ടിട്ടും നോട്ടുകൾ മാറി നൽകാത്തതോടെയാണ് സംഘം കാസർഗോഡെത്തി ഹനീഫയെ തട്ടിക്കൊണ്ടുപോയത്. സാരംഗ് സുരേഷ് വിശദവിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി തർക്കങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയ, തട്ടിക്കൊണ്ടുപോകൽ ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് ഈ 2000 രൂപയുടെ നോട്ടുകൾ മാറിയെടുക്കാൻ റിസർവ് ബാങ്ക് തന്നെ പലപ്പോഴായി അവസരം കൊടുത്തതാണ്. അങ്ങനെ റിസർവ് ബാങ്ക് നൽകിയ അവസരത്തിനും മേലെ ഹനീഫയ്ക്ക് എന്താണ് ചെയ്യാനുണ്ടായിരുന്നത്? ഇതിൽ എന്താണ് വിശദ വിവരം പോലീസ് പറയുന്നത്? ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശിയായ ഹനീഫയെ കാസർഗോഡ് നഗരത്തിലെ ഉടുപ്പി ഹോട്ടലിന് സമീപത്ത് വെച്ച് ആന്ധ്ര രജിസ്ട്രേഷൻ വാഹനത്തിലെത്തിയ 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് അവരെ കർണാടകയിൽ നിന്നാണ് കർണാടക പോലീസും അതോടൊപ്പം തന്നെ കാസർഗോഡ് ടൗൺ പോലീസും ചേർന്ന് പിടികൂടുന്നത്. പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിൽ ഒരു ബിസിനസ് ആവശ്യത്തിന്റെ ഭാഗമായുള്ള കുടിപ്പകയുടെ ഭാഗമായാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരോധിച്ച 2000 രൂപയുടെ നോട്ടുകൾ മാറി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഹനീഫയും സുഹൃത്തും ചേർന്ന് ബേക്കൽ സ്വദേശിയായ വ്യവസായിയെ പറ്റിച്ചത് എന്നതാണ് പ്രതികൾ നൽകുന്ന മൊഴി. 17 ലക്ഷം രൂപയുടെ നോട്ടുകൾ ഹനീഫയ്ക്കും സുഹൃത്തിനും കൈമാറിയിരുന്നു. എന്നാൽ അത് യാതൊരു തരത്തിലും തിരിച്ചു നൽകാതിരുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഹനീഫയെ തട്ടിക്കൊണ്ടുപോയി ആ പണം തിരിച്ചു വാങ്ങാനുള്ള ശ്രമം ഈ വ്യവസായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ പ്രതികളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ കാസർഗോഡ് പോലീസ് മേധാവി പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി സാരംഗ്.